നമസ്കാരം. മുഖ്യമന്ത്രിയെ വെള്ളപൂശാൻ ഒരുങ്ങുകയാണ് പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ പെട്ടെന്നുള്ള വിദേശയാത്രയും അതിന്റെ സ്പോൺസർ ആരാണെന്നുള്ള ചോദ്യത്തിനൊക്കെ മറുപടിയായാണ് വിദേശയാത്ര സ്വകാര്യമാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നത്. സ്വന്തം ചിലവിലാണ് മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയതെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നതെങ്കിലും ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് പ്രതിപക്ഷങ്ങൾ ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വിവാദമാക്കുന്നതിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രമാണെന്ന് MV ഗോവിന്ദൻ പറയുന്നു. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അപമാനിക്കാൻ കണ്ടെത്തിയ വഴിയാണിത്. തിരക്കുപിടിച്ച രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടവേള ആരാണ് ആഗ്രഹിക്കാത്തതെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ലോകത്ത് എവിടെയിരുന്നാലും മുഖ്യമന്ത്രിയുടെ ചുമതല നിർവഹിക്കാനാകും. സ്പോൺസർഷിപ്പ് ആരോപണങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് കയർത്ത MV ഗോവിന്ദൻ മുഖ്യമന്ത്രി പോയത് സ്വന്തം ചിലവിലെന്നും അതിനെക്കുറിച്ചുള്ള ചോദ്യം തന്നെ അസംബന്ധമാണെന്നും പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിന് മുഖ്യമന്ത്രി പോകേണ്ടെന്ന് തീരുമാനിച്ചിരുന്നുവെന്നും ഗോവിന്ദൻ പറയുന്നു. മാത്യു കുഴൽനാടൻ നടത്തിയ മാസപ്പടി കേസിന്റെ പതനം കോടതി വിധിയോടെ കേരളം കണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതി തന്നെ വ്യക്തമാക്കി. ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞാൽ മാപ്പ് പറയാമെന്ന് കുഴൽനാടൻ പറഞ്ഞിരുന്നു. എന്നാൽ മാപ്പ് പറഞ്ഞ് വിഷയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയുന്ന പാർട്ടിയല്ല CPM എന്നും ഗോവിന്ദൻ പറയുന്നു. നികുതി അടച്ചതിന്റെ രസീത് കാണിച്ചാൽ മാപ്പ് പറയാമെന്ന് കുഴൽനാടൻ നേരത്തെ പറഞ്ഞതാണ്. അത് കാണിച്ചിട്ടും അന്ന് മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞ കുഴൽനാടൻ എന്തുകൊണ്ട് അതിന് തയ്യാറാവുന്നില്ല എന്നതിന് അദ്ദേഹം മറുപടി പറയണമെന്നും ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സകുടുംബം വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്നത് നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. 3 വിദേശ രാജ്യങ്ങളിലൂടെ 19 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു വിവരവും അറിയിക്കാതെയാണ് മുഖ്യമന്ത്രി രാജ്യം വിട്ടത്. മുഖ്യമന്ത്രി കുറച്ചു ദിവസത്തേക്ക് ഓഫീസിൽ ഉണ്ടായിരിക്കില്ലെന്ന് മാത്രമാണ് സ്റ്റാഫ് അംഗങ്ങളെ അറിയിച്ചത്. ഇത് തികഞ്ഞ നിരുത്തരവാദിത്വമാണ്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പ് ഇറക്കുകയോ ഗവർണറെ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല. യാത്രയുടെ ഉദ്ദേശം എന്തെന്ന് വ്യക്തമാക്കാതെയാണ് ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE എന്നീ രാജ്യങ്ങളിലൂടെയുള്ള മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും സഞ്ചാരം. മുഖ്യമന്ത്രിയും ഭാര്യയും കൊച്ചുമകനും യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ മകളും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും രാജ്യം വിട്ടിരുന്നു. വിനോദസഞ്ചാരത്തിനാണത്രേ മുഖ്യമന്ത്രിയുടെ സകുടുംബ യാത്ര. വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള സ്വകാര്യ യാത്രയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിട്ടുള്ളതിൽ നിന്ന് ഇത് വ്യക്തമാണല്ലോ. കേരളം കൊടുംചൂടിൽ വെന്തുരുകുകയും അത് സഹിക്കാനാകാതെ മനുഷ്യർ പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ശീതള ഛായ തേടി മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിലേക്ക് പറന്നിരിക്കുന്നത് എന്ന വലിയ ചോദ്യവും മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്നുണ്ട്.